വെൽക്കം ടു പ്രൊപ് സ്കെയിൽ. ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ. അങ്ങനെ നമ്മുടെ LPST UPST നോട്ടിഫിക്കേഷനൊക്കെ ഡിസംബർ 30 വരികയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച പല സംശയങ്ങളും കാര്യങ്ങൾക്കുമായിട്ടൊക്കെ നമ്മളൊരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്നും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ അതിനെ സംബന്ധിച്ചൊരു വെബിനാർ ഉടൻ കണ്ടക്ട് ചെയ്യുന്നതാണെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ആ വെബിനാർ തൊട്ടടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി ഈ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് ഒന്ന് വീട്ടമ്മമാരെ അല്ലെങ്കിൽ ജോലിയുള്ള ആൾക്കാരെ എങ്ങനെ പഠിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഡിസംബർ 30 നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പോൾ ആദ്യം LPSTയുടെ പരീക്ഷയായിരിക്കും നടക്കുക, അതിനുശേഷമായിരിക്കും UPST എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ ഇത് സംസാരിക്കുന്ന ഡിസംബർ 15 ജനുവരി 1 തന്നെ ഈ വർഷം വിളിച്ച നോട്ടിഫിക്കേഷൻ 2023 വന്ന നോട്ടിഫിക്കേഷനുകളുടെ എല്ലാം ഒരു ടെൻറ്റേറ്റീവ് കലണ്ടർ PSC 2024 ജനുവരി 1 അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്കറിയാം ഒരു 6 മുതൽ 8 മാസം വരെയാണ് നമുക്ക് പഠിക്കാൻ സമയം കിട്ടുക. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇത് പഠിച്ചാൽ കിട്ടുമോ? ഞാനൊരു വീട്ടമ്മയാണ്, കുട്ടിയുണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നുണ്ട്, ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ പോകുന്നുണ്ട്, എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, കാരണം വളരെ ഫ്രസ്ട്രേഷൻ ഉണ്ട്, എന്നിരുന്നാലും ജോലിക്ക് പോകുന്നുണ്ട്, എങ്ങനെ പഠിക്കും, എങ്ങനെ ഇത് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് പ്രധാനമായും നേരിടുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരോടുള്ള ഒരു ആദ്യം തന്നെ ഒരു ഉത്തരം പറയാണ്, ഈ പ്രശ്നങ്ങൾ നേരിടുന്ന വിഭാഗമാണ് 90% ഈ പറയുന്ന മേഖലയിലേക്ക് പഠിക്കാൻ ഇറങ്ങുന്നവർ. ഒന്നില്ലെങ്കിൽ വീട്ടമ്മയായിരിക്കും, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, കുട്ടികൾ 1-2 ഉണ്ടാവും, ചെറിയ കുട്ടികളായിരിക്കും. എന്നെ വിളിക്കുന്ന പല ഫോൺ കോളുകളുടെ ഇടയിലും കുട്ടികളുടെ ഈ പറയുന്ന ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഞാൻ കഴിഞ്ഞ LPST UPSTയിൽ തന്നെ നേരിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ LP UPയിൽ നമുക്ക് 730 ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു, മുൻനിര റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ വന്ന റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന രീതിയിൽ വീട്ടമ്മമാരും കുട്ടികളും 3 കുട്ടികൾ, അതായത് ഒറ്റ പ്രസവത്തിൽ 3 കുട്ടികളായിട്ട് 1.5 വയസ്സുള്ള കുട്ടികളെ വെച്ചിട്ട് 3 കുട്ടികൾ 1.5 വയസ്സ് വെച്ചിട്ടുള്ള ആൾക്കാർ വരെ ഇതിലേക്ക് പഠിക്കാൻ വന്നിട്ടുണ്ട് എന്നുള്ളൊരു വാസ്തവം നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ മനുഷ്യൻ്റെ ഒരു പ്രകൃതം എന്നുമനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി നമ്മൾ അതിനുവേണ്ടി പോരാടാൻ തയ്യാറാണെന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രതിബന്ധങ്ങളെയെല്ലാം മറികടക്കാനുള്ള കാര്യങ്ങൾ നമ്മൾക്ക് സ്വയം നേടിയെടുക്കാം. എന്നിരുന്നാലും എങ്ങനെ പഠിക്കാം, എങ്ങനെ കൃത്യമായി നമ്മൾക്ക് ഈ പറയുന്ന എങ്ങനെ നമ്മൾ തുടങ്ങണം, എവിടെയൊക്കെ തൊട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ സിലബസ് തീർക്കാം, എങ്ങനെ റിവിഷൻ ചെയ്യാം, ഇതിനെല്ലാം ഒരു പരിഹാരം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ വീട്ടമ്മമാരെ ജോലിയുള്ള ആൾക്കാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമുക്കറിയാം വീട്ടിൽ ഒരുപാട് പണിയുണ്ട്, സ്ത്രീകൾ ചെയ്യുന്ന ഒരു പണിക്ക് നമുക്കറിയില്ല എത്രത്തോളം ജോലി അവരൊരു വീട്ടിൽ എടുക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം ആ വീട്ടിൻ്റെ കാര്യങ്ങളെല്ലാം ക്രോഡീകരിക്കുന്നത് അവരാണ്. കുട്ടികളെ സ്കൂളിൽ വിടണം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വീട്ടിലെ പാചകം കാര്യങ്ങളെല്ലാം ചെയ്യണം, ക്ലീനിങ് എല്ലാം ചെയ്യണം, എല്ലാ ആൾക്കാരുടെയും കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന മേഖലയിലുള്ള, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാലഘട്ടത്തിൽ അവർക്ക് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇതിനെ കാര്യങ്ങൾ ഇതാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. അപ്പോൾ ഇത് വീട്ടമ്മമാരെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജോലിക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമയം എന്നുള്ളതാണ്. സമയമാണ് ഏറ്റവും കുറവ് അവർക്കായിട്ട് തോന്നുന്നു, ഒന്നിനും സമയം കിട്ടാത്ത രീതിയിൽ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെ ഒന്ന് ചിട്ടപ്പെടുത്തി, ഇതുവരെ നമുക്ക് ആ ഒരു ചിട്ടപ്പെടുത്തലുകൾ ഉണ്ടായിട്ടില്ല, കൃത്യമായി ചിട്ടപ്പെടുത്തി, ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ഉറങ്ങുന്ന സമയം ഏതാണ്, അല്ലെങ്കിൽ അവർ സ്കൂളിൽ പോകുന്ന സമയം, എല്ലാത്തിനെയും നമ്മളൊന്ന് നോക്കിക്കണ്ട് ഒരു കൃത്യമായൊരു സമയം നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പിന്നെ ചില കാര്യങ്ങളെ നമ്മൾക്ക് വേണമെങ്കിൽ ഒന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമുക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം. പ്രധാനമായും ഉറക്കം എന്നുള്ളത് ഇപ്പോൾ ഒരു 7 മണിക്കൂർ ഉറങ്ങുന്നത് വേണമെങ്കിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കുറച്ച് നമുക്ക് ആ രീതിയിലേക്ക് കൊണ്ടുവരാം. കൂടുതൽ സമയം ഇപ്പോൾ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ, ഇപ്പോൾ ഇതിൽ ഉദ്യോഗാർത്ഥികൾ ചെയ്തിരുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അവരെല്ലാ വീട്ടിലൊക്കെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒരു 8 മണി 9 മണി കുറച്ച് നേരത്തെ കാര്യങ്ങൾ തീർക്കാൻ നോക്കുക. അന്ന് ദിവസത്തെ കാര്യങ്ങൾ, രാത്രിയത്തെ കാര്യം ഞാൻ പറയുന്നത് ഒരു 9 മണിക്ക് തീരുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്കൊരു 8 മണിക്ക് അവസാനിപ്പിച്ച് എല്ലാവരോടും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട്. ഒരു 8-8:30 ആകുമ്പോഴേക്കും നമ്മളെല്ലാ കാര്യങ്ങളും ഇതാക്കി കുട്ടികളെല്ലാം ഉറങ്ങി പിന്നെ നമുക്കൊരു 2-2.5 മണിക്കൂർ നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, രാവിലെയും കുറച്ച് നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിലെ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതിന്, അതിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു കുറച്ച് സമയമുണ്ടാക്കി അങ്ങനെ ഈ 2 സമയത്ത് നമുക്ക്
പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. ഈ സമയം പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊന്നുമില്ല, വീട്ടിലെല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, കുട്ടികളൊക്കെ കഴിയുന്നത് നേരത്തെ ഉറക്കാൻ നോക്കുക, ആ രീതിയിലൊരു സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ മുതിർന്ന ആൾക്കാരാണ്, അവർ ചിലപ്പോൾ ടി വി കാണും, മൊബൈൽ കാണും, നമുക്ക് നമ്മുടേതായ ഒരു സ്വതന്ത്രമായ ഒരു സമയം കിട്ടും രാത്രി. അതേപോലെ തന്നെ കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ രണ്ടാമത് വേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ടൈം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, അത് ചിലപ്പോൾ ഭാര്യയുടെ അച്ഛനമ്മയായിരിക്കാം, ഭർത്താവായിരിക്കാം, അങ്ങനെ അവരുടെ എല്ലാം സപ്പോർട്ട് ഈ പറയുന്ന കാര്യത്തിൽ, അതിൽ നിങ്ങൾ പറയേണ്ട കാര്യം, ഫാമിലി ഇല്ലാതെ നമ്മൾ ഈ പറയുന്ന കാര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ പറയുന്ന 730 ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതിന് 4 അച്ചീവേഴ്സ് മീറ്റ് നമ്മൾ നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് 2 തവണയായിട്ടും തിരുവനന്തപുരത്ത് എറണാകുളത്തുമായിട്ട് നമ്മൾ അച്ചീവേഴ്സ് മീറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും എല്ലാവരും പറഞ്ഞൊരു കാര്യം ഫാമിലി കൊടുത്ത ആ ഒരു സപ്പോർട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന നമ്മളുടെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ലേഡീസിനോടാണ് ഞാൻ കൂടുതൽ പറയുന്നത്. അപ്പോൾ ഭർത്താവിനോട് പറയാം, എനിക്കിങ്ങനെ ഞാൻ ഈ ഒരു പറയുന്ന TTC അല്ലെങ്കിൽ BEd കഴിഞ്ഞതാണ്, എൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ് ഈ പറയുന്ന രീതിയിൽ ഒരു സർക്കാർ സ്കൂളിൽ അധ്യാപിക ആവുക എന്നുള്ളത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത് എന്നെ സംബന്ധിച്ച് ഈ വരുന്ന LPST UPST നോട്ടിഫിക്കേഷൻ എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്കിതിൽ പഠിക്കണം, എനിക്കൊരു ജോലി വേണം. ജോലി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ തന്നെ അല്ലേ, നിങ്ങളുടെ ഫാമിലിയുടെ തന്നെ പിക്ചർ അവിടെ മാറുകയാണ് അല്ലേ. നിങ്ങളും ഏണിംഗ് മെമ്പറായി. ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മുടെ ചിലവുകളെ കാര്യങ്ങളൊക്കെ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ 2 പേര് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് സുഗമമായി നമുക്ക് കാര്യങ്ങളെ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അതൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോൾ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് അപ്രോച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആദ്യം ഹസ്ബൻഡിനോട് പറഞ്ഞ് അവരുടെ സപ്പോർട്ടും കൂടി വാങ്ങുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയം കുറച്ച് കാര്യങ്ങൾ അവരോട് പറയാം. പിന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ നേരത്തെ കഴിക്കുന്നത് തന്നെയാണ് ആരോഗ്യത്തിന് നല്ലത്. പൊതുവേ നമ്മൾ പറയുന്നത് 7 മണിക്കെങ്കിലും നമ്മുടെ അത്താഴം കഴിച്ചിട്ടുണ്ടാവണം. ഇന്ന് ആരും ഞാനടക്കം ചെയ്യാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നിരുന്നാലും ആ ഒരു സമയത്ത് കാര്യങ്ങളെല്ലാം തീർത്ത് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ച് നമുക്ക് കുറച്ച് അധികം സമയം നമുക്ക് സൈലൻ്റ് ആയിട്ട് കിട്ടുകയാണ്. ആ ഒരു സമയത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ രാവിലെ കുറച്ച് നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ അവിടെ നമുക്ക് കുറച്ച് സമയം കിട്ടും. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്കറിയാം ഏതൊക്കെ സമയത്താണ് നമുക്ക് ജോലികൾ ഉണ്ടാവുക. വീട്ടമ്മമാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ജോലികൾ ഉണ്ടാവുക, ജോലികൾ ഉണ്ടാവാതിരിക്കുക. ആദ്യം വീട്ടമ്മമാരുടെ കാര്യം പറഞ്ഞ് ജോലി ചെയ്യുന്ന കാര്യത്തിലേക്ക് നമുക്ക് വരാം. ആ രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് ഉള്ള സമയങ്ങൾ കണ്ടെത്തുക. അതിന് ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന രീതിയിൽ കവിതകൾ വരെ എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ട്, ഭർത്താക്കന്മാർ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന അവർ ഷെയർ ചെയ്തു കാര്യങ്ങളെല്ലാം. അതാണ് ഷെയറിങ് മെൻറ്റാലിറ്റി ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ സമയമുണ്ട്, ഇതുവരെ അവർ ചെയ്യാത്ത കാര്യങ്ങളുണ്ട്, അവരോട് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് ആ രീതിയിൽ കൊണ്ടുപോകാം. ആ രീതിയിൽ ഒരുപാട് രസകരമായ അനുഭവങ്ങൾ നമ്മൾ അച്ചീവേഴ്സ് മീറ്റിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളും. ഇപ്പോൾ ഭർത്താക്കന്മാർ വളരെയധികം പാചക വിദഗ്ധന്മാരൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഈ രീതിയിൽ ഈ ഒരു ഷെയറിങ് സിസ്റ്റം വന്നതോട് കൂടിയിട്ട്. പിന്നെ മൂന്നാമത് വരുന്ന കാര്യമാണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ കിട്ടുന്ന ഈ സമയം. ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച സമയങ്ങളെ പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. വെറുതെ കുറേ ഇരുന്ന് എന്തെങ്കിലും പഠിച്ചു ഞാൻ ഇത്ര മണിക്കൂർ പഠിച്ചു എന്നുള്ളതല്ല. ആ പഠിക്കുന്ന സമയത്ത് കൃത്യമായി പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പ്രൊഡക്റ്റീവായിട്ടുള്ള സ്റ്റഡി അവിടെ നമുക്ക് നടക്കണം. വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ളൊരു സ്റ്റഡിയാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം കൂടി വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാത്തിലേക്കും പഠിത്തം കൂടി വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും സ്ട്രെസ്സുകൾ ഉണ്ടാവും. സ്ട്രെസ്സിനെ റിലാക്സ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള റിലാക്സേഷൻ ടെക്നിക്സുകൾ നിങ്ങൾക്ക് ചെയ്യാം. പഠിച്ചുകൊണ്ട് ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് യൂട്യൂബ് വീഡിയോയിൽ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വെരി ഷോർട്ട് ടൈം ഇതുകൊണ്ട് ഈ സ്ട്രെസ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ചെറിയ രീതിയിലുള്ള ബ്രീത്തിങ് എക്സസൈസുകൾ കാര്യങ്ങൾ വളരെ കുറച്ച് സമയങ്ങൾ എടുക്കുന്ന ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ ഹോളിഡേയ്സ് ആൻഡ് ഫെസ്റ്റിവൽസ്, ഈ സമയത്ത് നമുക്ക് കുറേ നമ്മളുടെ അവധി ദിവസങ്ങൾ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ ഫെസ്റ്റിവൽ ഡേയ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ നോ പെയിൻ നോ ഗെയിൻ എന്നുള്ളതാണ് അല്ലേ. നോ പെയിൻ, ഒരു പെയിനും ഇല്ലാതെ നമുക്കൊരു ഗെയിൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ പറയുന്ന കേരള PSC പരീക്ഷാ രംഗത്തേക്ക് വരുന്ന ആൾക്കാർ പല ഞായറാഴ്ചകളും പല കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് പല സന്തോഷങ്ങളും കാര്യങ്ങളും മാറ്റിവെച്ച് ഈ ഒരു കാലഘട്ടത്തിലേക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഈ പറയുന്ന രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പരമാവധി ഇത്തരം കാര്യങ്ങളെ ഹോളിഡേയ്സ് ആയാലും വളരെ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് അതിൻ്റെ അർത്ഥത്തിൽ മാത്രം എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുക.
അതല്ലാതെ കൂടുതൽ ലിഷർ ടൈമുകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ടൈം നമ്മൾ കണ്ടെത്തുക. ടൈമുണ്ട്, സമയമുണ്ട്, അതിനെ നമ്മൾ എന്താണ് വിശദമാക്കി ഒന്ന് ക്രോഡീകരിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ചില അടുക്കും ചിട്ടകളും നമ്മൾക്ക് വരുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള സമയം നമ്മൾക്ക് കിട്ടും. പഠിക്കാനുള്ള സമയം ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതിന് നമ്മുടെ ഈ പറയുന്ന രീതിയിൽ എന്താണ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് അവരോട് തുറന്ന് സംസാരിക്കുക. കാര്യങ്ങളെ തുറന്ന് കൊണ്ട് അല്ലെങ്കിൽ തുറന്ന രീതിയിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അവർ അതിന് കൂടെ നിൽക്കും. അതാണ് അത്. എല്ലാ ആൾക്കാരെയും സപ്പോർട്ട് എടുക്കുക. കിട്ടുന്ന സമയത്തിനെ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുക. പ്രൊഡക്റ്റീവ് സ്റ്റഡിയാണ് നടക്കേണ്ടത്. നമ്മൾ ആ ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആ അരമണിക്കൂർ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ വിലയിരുത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രൊഡക്റ്റീവ് സ്റ്റഡിയാണ്. പിന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്ട്രെസ്സ് വരും. അതിനെ മാനേജ് ചെയ്യാനുള്ള ലഘു ആയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ കിട്ടും. ഹോളിഡേയ്സ് ആൻഡ് ഫെസ്റ്റിവൽസ് പരമാവധി കുറയ്ക്കുക. ലിഷർ ടൈം പരമാവധി കുറയ്ക്കുക. ഉള്ള സമയത്തിന് ബാക്കിയുള്ള നമുക്ക് സ്പെയർ ആയിട്ട് കിട്ടുന്ന സമയത്തിന് മുഴുവൻ നമ്മൾ എന്താണ് നല്ല രീതിയിൽ പഠിക്കാൻ പ്രൊഡക്റ്റീവായിട്ടുള്ള സ്റ്റഡി ആയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ പ്രൊഡക്റ്റീവ് സ്റ്റഡിക്ക് പുറമേ നമ്മളിപ്പോൾ ഭക്ഷണത്തിന് പാചകം ചെയ്യാനുള്ള കാര്യങ്ങൾ കഷണങ്ങൾ അരിയുമ്പോഴും പാചകം ചെയ്യുമ്പോഴൊക്കെ ഇതിനുള്ള പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട്. അതിനെല്ലാം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഈ രീതിയിലാണ്. പിന്നെ കഷ്ടപ്പെട്ട് ഒരിക്കലും പഠിക്കരുത്, ഇഷ്ടപ്പെട്ട് പഠിക്കുക. നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. പല കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടാവും. എന്നിരുന്നാലും ഇതൊന്നും ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ എൻ്റെ കാലഘട്ടത്തിലോ പഠിക്കാത്ത കാര്യങ്ങളാണ്. അത് എനിക്ക് കിട്ടുന്ന ഒരു പുതിയ അറിവാണ്. ഈ അറിവ് എനിക്ക് മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രയോജനപ്രദമാണ്. അപ്പോൾ ഇതൊരു അറിവാണ്. ആ രീതിയിൽ എന്ത് ചെയ്യുക, കാര്യങ്ങളെ ഇഷ്ടപ്പെട്ട സമീപനത്തോടു കൂടി കൊണ്ടുപോവുക. ഇതാണ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. സമയം ഉണ്ട്, അത് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അതിന് മറ്റുള്ളവരുടെ സപ്പോർട്ട്, കിട്ടുന്ന സമയത്തിന് പ്രൊഡക്റ്റീവായിട്ടുള്ള സ്റ്റഡി, സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ പറയുന്ന രീതിയിൽ. എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളാണ് ഇതെന്നുള്ളത് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. ഇതൊരാളുടെ പ്രശ്നം മാത്രമല്ല. കുട്ടികളായാലും വീട്ടിലെ പ്രാരാബ്ദങ്ങളായാലും ഇത് ഈ പറയുന്ന LPST UPSTയിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളിൽ ഒരു 80% ഉദ്യോഗാർത്ഥികളും ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ 80% ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് പഠിച്ച് ഈ പറയുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റുകളിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അപ്പോൾ നമ്മളുടെ ഇത് ഒരാളുടെ പ്രശ്നം മാത്രമല്ല, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഇതിനെ അതിജീവിച്ചു കൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റിൽ എത്തിക്ക് ജോലിയിലേക്ക് വരുന്നത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ഈ പറയുന്ന അതും ഒരു ചോദ്യമാണ്. ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വരികയാണ്. 6 മുതൽ 8 മാസത്തിൻ്റെ ഉള്ളിൽ പഠിച്ചാൽ കിട്ടുമോ? തീർച്ചയായും നമ്മൾ അതിനു വേണ്ടി ആത്മവിശ്വാസത്തോടു കൂടി ഇറങ്ങുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം, ഹാർഡ് വർക്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കും. അത് നമ്മുടെ മനസ്സിനെ ഉണർത്തുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യാനുള്ളത്. ഇതെനിക്ക് വേണം, ഞാൻ ഈ പറയുന്ന എൻ്റെ സർട്ടിഫിക്കറ്റുകൾ എന്നെ നോക്കി ചിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള പല ആൾക്കാർക്കും തോന്നലുകൾ ഉണ്ടാവും അല്ലേ. ഞാനിത് എന്തിനാണ് ഇതൊക്കെ പഠിച്ചത്, ഈ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇതെല്ലാം പഠിച്ചത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ വിധി, നമ്മുടെ കാര്യങ്ങളെ മാറ്റണമെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് നമ്മുടെ വിധിയെയും മാറ്റുന്നത്. നാളെ ആ ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കണമെങ്കിൽ ഈ വരുന്ന LPST UPST എക്സാമിനേഷൻ ഒരു എന്താ പറയുക, വളരെ വലിയൊരു അവസരമായി കണ്ട് അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ ഒഴിവാക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരുന്ന സമയത്ത് നോക്കി, ഈ BEd പഠിച്ചതല്ലേ അല്ലെങ്കിൽ TTC പഠിച്ചതല്ലേ, എനിക്കിതൊക്കെ ഒന്ന് പഠിക്കായിരുന്നില്ലേ, നിനക്ക് ജോലി ഒന്നും ആയില്ലേ എന്നുള്ള രീതിയിലുള്ള പല ചോദ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളെല്ലാം, ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഈ അവസരത്തിനെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഈ പറയുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതല്ല, ഇവിടെ മെൻഷൻ ചെയ്ത ഈ വീട്ടമ്മമാരെ കുറിച്ചാണ്, ജോലിയുള്ളവരെ കുറിച്ച് ഞാൻ വരുന്നുണ്ട്. ഇനി ഈ പറയുന്ന രീതിയിൽ ഇതല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കാം. എനിക്ക് നൽകാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, പ്രചോദനപ്രദമാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രയോജനപ്രദമാകുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിത പരിചയം വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇനി രണ്ടാമത്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ജോലി ചെയ്യുന്ന ആൾക്കാർക്കുണ്ട് അല്ലേ. വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, അതിന് പുറമെയാണ് ജോലിക്ക് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു 6 മുതൽ 8 മാസം വരെയാണ് ഇനി ഒരു സമയം നമുക്ക് കിട്ടാനുള്ളൊരു സാധ്യത. ആദ്യം LPSTയുടെ പരീക്ഷയായിരിക്കും, പിന്നെ UPSTയുടെ പരീക്ഷയായിരിക്കും നടക്കുക എന്നുള്ളതെല്ലാം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഈ പറയുന്ന കാലഘട്ടം
അതായത് ഇപ്പോൾ നമുക്കറിയാം അക്കാഡമിക് ഇയർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡിസംബർ കഴിഞ്ഞു, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, പിന്നെ 2 മാസം നമുക്ക് ലീവാണ്. എന്തെങ്കിലും സ്കൂളായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അങ്ങനെ അങ്ങോട്ടേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന കാലഘട്ടത്തിൽ ഓരോ ആൾക്കാരുടെയും പ്രയാസങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ആദ്യം ക്യാഷ് പ്രശ്നം, നമ്മൾ എന്താണ്, പൈസ തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു 6 മുതൽ 8 മാസം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനമില്ലാതെ ചെലവുകൾ ചുരുക്കിക്കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരവസ്ഥയുണ്ടെങ്കിൽ ഒരു ടെമ്പററി ജോലിയിലേക്കാണ് നിങ്ങളിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ അൺഎയ്ഡഡ് സ്കൂളായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഡെയിലി വേജ് സ്റ്റാഫ് ആയിരിക്കാം. ഈ പറയുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, വലിയൊരു ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ല അവിടെ പോകുന്നത് എന്ന് ഈ പറയുന്ന 2 കാര്യങ്ങൾ കൂടി ഒത്തുവന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു മോണിറ്ററി ബെനിഫിറ്റ് ഒന്നുമില്ല. വീട്ടിലെ കാര്യങ്ങൾക്കൊന്ന് കൂടിക്കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിന് പുറമെ എനിക്ക് ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞാൻ അവിടെ പോകുന്നത്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു 6 മുതൽ 8 മാസം വരെ നിങ്ങൾക്കുണ്ട പൈസ ഇല്ലാതെ, മോണിറ്ററി കാര്യങ്ങളില്ലാതെ തന്നെ നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെ സുഗമമായി കൊണ്ടുപോകാൻ, കുറച്ചൊക്കെ ചിലവ് ചുരുക്കി കൊണ്ടുപോകാനുള്ളൊരു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജോലി, അല്ലെങ്കിൽ വെരി ടെമ്പററി അല്ലേ, ഇപ്പോൾ ഒരു ഡെയിലി വേജ് ആണെങ്കിൽ ഒരു പെർമനൻറ്റ് ഹാൻഡ് വരുന്നതോടുകൂടി മാറി കൊടുക്കണം. ഒരു അൺഎയ്ഡഡ് സ്കൂളാണെങ്കിൽ വലിയൊരു ശമ്പളമൊന്നും കിട്ടുന്നില്ല, ഒരു ജോലിക്ക് വേണ്ടി പോകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജോലി റിസൈൻ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഉത്തമം എന്നുള്ളതാണ് എൻ്റെ ഒരു തിരിച്ചറിവ്. അത് നിങ്ങൾ പേഴ്സണലൈസ് ആയിട്ട് ആലോചിക്കുക. ഓരോ ആൾക്കാരുടെയും കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഒരാളുടെ പോലെ ആയിരിക്കില്ല വേറൊരാളുടെ. ചില ആൾക്കാർക്ക് ആ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നടന്നു പോകുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ ഈ പറയുന്ന രീതിയിലേക്ക് റീസ്ട്രക്ചർ ചെയ്യുക. ദോസ് ഹൂ ഹാവ് ആൻ ഓപ്ഷൻ, അവരുടെ പൈസ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞു, പിന്നെ ഈ പറയുന്ന 2-3 മാസം മാത്രമേ ഉള്ളൂ. ഡെയിലി വേജുകാരൊക്കെ സംബന്ധിച്ച് ഫെബ്രുവരിയോട് കൂടി അവരുടെ കാര്യം കഴിയും അല്ലേ, പിന്നെ അടുത്ത ജൂണിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ ഈ പറയുന്ന രീതിയിൽ ഡെയിലി വേജൊക്കെ എൻ്റെ അഭിപ്രായം 1-2 മാസം കൂടി മാത്രമേ അവരുടെ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. ദേ ക്യാൻ സ്റ്റോപ്പ് ദെയർ ജോബ്. ആൻഡ് വളരെ വലിയൊരു മത്സരമാണ് ഇപ്പോൾ LPST UPST സംബന്ധിച്ച് നടക്കാനിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഈ 2 കാറ്റഗറിക്കാരെയും കൂടി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. LPST നല്ല മത്സരം ഉണ്ടാവും, UPST പൊടി പാറുന്ന മത്സരമായിരിക്കും. അപ്പോൾ എസ്പെഷ്യലി ദോസ് ഹു ഹാവ് റൈറ്റിംഗ് UPST എക്സാമിനേഷൻ വിത്ത് എ ജോബ്, അവർക്ക് ഈ പറയുന്ന കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ജോലി വിടാൻ തന്നെയാണ് ഞാൻ അഭിപ്രായപ്പെടുക. കാരണം വളരെ വലിയൊരു മത്സര പരീക്ഷയാണ്, വളരെ വലിയൊരു മത്സരമുണ്ട്. അപ്പോൾ ഇത് സാധിക്കും. ഇതിന് ഓരോ രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങളെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണം. അപ്പോൾ ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ തികച്ചും ജോലി ആയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു അൺഎയ്ഡഡ് സ്കൂളാണ് പോകുന്നത്, വലിയ തെറ്റില്ലാത്തൊരു വരുമാനം കിട്ടുന്നത്. അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നാളെ അവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങളെ റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതർവൈസ് വളരെ തുച്ഛമായ പൈസയ്ക്കാണ് അല്ലെങ്കിൽ ഡെയിലി വേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം, എസ്പെഷ്യലി UPSTക്കൊക്കെ നോക്കുന്ന ആൾക്കാർ ഡെയിലി വേജ് ഒക്കെ ആണെങ്കിൽ ഉടൻ തന്നെ ജോലി അവസാനിപ്പിച്ച് പഠിക്കാനിരിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കുക, കഷ്ടപ്പെട്ട് പഠിക്കാതിരിക്കുക. ഈ രീതിയിലുള്ള അപ്രോച്ചുകൾ നിങ്ങൾ എടുക്കുക. എന്തെങ്കിലും ഈ രീതിയിൽ ഇതല്ലാതെ നമ്മളിവിടെ പരാമർശിച്ചതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 730 ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൻ്റെ മുൻനിരയിൽ എത്തിച്ചു LPST UPSTയിൽ. അതുപോലെ തന്നെ HSTയുടെ റിസൾട്ടുകൾ ഇപ്പോൾ കുറേയൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും ചില ജില്ലകളിലൊക്കെ വരാനുണ്ട്. അവിടെ നിന്നും 200ന്റെ അടുത്ത് നമുക്ക് റാങ്ക് ലിസ്റ്റുകൾ, അതിൽ തന്നെ 6 ഒന്നാം റാങ്കുകൾ ഉണ്ടായിരുന്നു. ഇതൊരു ചരിത്ര വിജയമാണ്. പ്രൊപ്സ്കെയിൽ മൊബൈൽ ആപ്ലിക്കേഷനെ സംബന്ധിച്ച അധ്യാപക പരീക്ഷകൾ കഴിഞ്ഞ LPST UPSTയിലും HSTയിലും വളരെ വലിയൊരു വിജയമാണ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന് പിന്നിൽ അതിൻ്റേതായ കാരണങ്ങളുണ്ട്. ഒന്നാമത് നമ്മൾ അതിൽ കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, വീട്ടമ്മമാരാണെങ്കിൽ ഇനി രണ്ടാമത് വരുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ, റീസ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരിടുന്ന ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ പഠിക്കും, എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ റിവിഷൻ ചെയ്യണം, എങ്ങനെ കാര്യങ്ങളെ ഓരോ ഭാഗത്തും ചോദ്യങ്ങൾ എങ്ങനെ വരും, ഇതാണ് പ്രധാനമായും. അപ്പോൾ ഇതിനെല്ലാം മറികടക്കുന്ന ഒരു സ്ട്രാറ്റജി, ഒരു പ്രൊപ്സ്കെയിൽ സ്ട്രാറ്റജി നമുക്കുണ്ട്. ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് നമുക്ക് കഴിഞ്ഞ LPST UPSTയിൽ 730 ഉദ്യോഗാർത്ഥികളെയും അതുപോലെ HSTയിലും മികച്ച വിജയങ്ങൾ നേടാൻ സാധിച്ച ചരിത്ര വിജയം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാനതൊന്ന് വിശദീകരിക്കാം. LPST UPSTക്ക് കൃത്യമായ ഒരു സിലബസ് ഉണ്ട്. ആ ഒരു സിലബസിനെ മുഴുവൻ തീർക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഈ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം.
നേരത്തെ ഞാൻ പറഞ്ഞു ഓരോ ആൾക്കാരും റീസ്ട്രക്ചർ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഒരു 2-3 മണിക്കൂർ ഒരു ദിവസം പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഇനി കുറച്ച് കൂട്ടേണ്ടി വരും. 2-3 എന്നുള്ളത് ചിലപ്പോൾ ഒരു 3 എക്സാമിനേഷനോട് അങ്ങോട്ട് അടുക്കും തോറും ചിലപ്പോൾ ഒരു 4 മണിക്കൂർ വരെ പോവാം. ഓരോ ദിവസവും പഠിക്കേണ്ട പാഠഭാഗങ്ങളുടെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും. അത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം. അതിൻ്റേതായ PDF നോട്ടുകൾ ഓരോ പാഠഭാഗത്തിൻ്റെയും ഏത് ഭാഗമാണ് ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ PDF നോട്ടുകളോടുകൂടിയുള്ള ക്ലാസ്സുകളുണ്ട്. ഇത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം. ഒന്നിൽ കൂടുതൽ ആവർത്തികൾ കാണാം. നെറ്റിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് എന്താ പറയുക ഡൗൺലോഡ് ചെയ്ത് വെച്ച് കാണാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ടൈം ടേബിളുകൾ തരും. എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ടൈം ടേബിൾ കൃത്യമായിട്ടുണ്ടാവും. ആ ഒരു ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ കാണുന്നു. അതിൻ്റെ PDF നോട്ടുകൾ തരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഒരു ലെക്ചർ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഒരു ഫുട് നോട്ട് ഉണ്ടാക്കി കൊണ്ടുപോവുക. അതേ രീതിയിൽ ഒരു ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും പ്രസ്തുത പാഠഭാഗത്തിൽ നിന്നും എങ്ങനെ ചോദ്യങ്ങൾ വന്നു എന്നത് മനസ്സിലാക്കാൻ വേണ്ടി നേരത്തെ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരീക്ഷ അന്നേ ദിവസം ഉണ്ടാവും. ഫസ്റ്റ് റിവിഷൻ അവിടെ നടക്കുന്നു. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നു. ഇങ്ങനെ ടൈം ടേബിൾ ഒരാഴ്ചത്തെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മൾ നോക്കിയിട്ടുള്ള പാഠഭാഗങ്ങളുടെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. ഇവിടെയും ചോദിക്കാൻ സാധ്യതയുള്ളതും നേരത്തെ ചോദിച്ചിട്ടുള്ളതുമായ ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളറിയാതെ രണ്ടാമത്തെ റിവിഷൻ അവിടെ നടക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ കാണാം, സമയത്തിനനുസരിച്ച് പരീക്ഷകൾ എഴുതാം. ഈ പറയുന്ന പരീക്ഷകൾ പിന്നെ നമുക്ക് അതിന് പുറമേ നമുക്കറിയാം ഇവിടെ ചില സബ്ജക്റ്റുകൾ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. എസ്പെഷ്യലി മാത്സ്, ഇംഗ്ലീഷ്, സൈക്കോളജി ഇതിൻ്റെ എല്ലാം സബ്ജക്റ്റ് വൈസ് എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും. ടോപ്പിക് വൈസ് സബ്ജക്റ്റ് വൈസ് എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും. അതിന് പുറമെ മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകൾ ആപ്പിൽ നിങ്ങൾക്ക് ചെയ്ത് പരിശീലിക്കാം. നിരവധി മാതൃകാ പരീക്ഷകൾ ഓരോ ആഴ്ചയും മാതൃകാ പരീക്ഷകൾ നടത്തുന്നുണ്ട്. ഇതും ആപ്പിൽ നമുക്ക് ഈ പരീക്ഷകളുടെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് കൃത്യമായ ഒരു അനലിറ്റിക്സ് ഉണ്ട്. എത്ര ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്തു, എത്ര എണ്ണം സ്കിപ്പ് ചെയ്തു, എത്ര നെഗറ്റീവ്സ് വന്നു, എത്ര സമയം കൊണ്ടാണ് നമ്മൾ ഓരോ ഏരിയയും ചെയ്തിട്ടുള്ളത്, മറ്റുള്ളവരുമായിട്ടുള്ള ഒരു താരതമ്യം. ഈ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാം. നിങ്ങളറിയാതെ നിങ്ങളുടെ റിവിഷൻ നടക്കുന്നു. എങ്ങനെ പഠിക്കണം എവിടെ പഠിക്കണം എന്നുള്ള പ്രശ്നങ്ങൾ ടൈം ടേബിൾ ഉള്ളത് കൊണ്ട് പ്രശ്നമില്ല. ഏത് സമയത്തും പഠിക്കാം എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി. ഈ ഒരു സ്ട്രാറ്റജിയിലൂടെയാണ് പിന്നെ ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് കേരളത്തിലെ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകരുടെ ക്ലാസ്സുകളാണ്. അപ്പോൾ ആ ക്ലാസ്സുകളിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ പഠിച്ച് മുന്നോട്ട് വന്ന് വരുന്ന LPST UPST റാങ്ക് ലിസ്റ്റിലെത്താം. അപ്പോൾ നമ്മുടെ 30ാമത്തെ ബാച്ച് ഈ വരുന്ന ഡിസംബർ മാസം 18 തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാണ് വീട്ടമ്മമാരോടും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരോടൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ സ്വപ്നമാണ് LPST UPST എങ്കിൽ തീർച്ചയായും ശ്രമിക്കുക. ആദ്യം ചെയ്യേണ്ടത് ശ്രമമാണ്. അതുണ്ടെങ്കിൽ ഹാർഡ് വർക്ക്, നമ്മളുടെ ഡ്രീംസിനെ നമ്മൾ എന്താ പറയുക സത്യമാക്കണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി, ഒരു സന്നദ്ധത, അതാണ് പഠനത്തിനെ സംബന്ധിച്ച് നമ്മൾ സൈക്കോളജിയിൽ പറയും ആദ്യം ഒരു സന്നദ്ധതയാണ് വേണ്ടത്. അത് ഉണ്ടാക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ രീതിയിൽ കൊണ്ടുവരിക. കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടുകൂടി നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഡിസംബർ മാസം 18 തീയതി നമ്മുടെ റെഗുലർ ബാച്ച് 30ാമത്തെ ബാച്ച് ഈ വരുന്ന ഡിസംബർ 18 തീയതി നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫീസ് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ഒരു ഓഫറും നമ്മൾ വീട്ടമ്മമാർക്കും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളൊരു ഓഫറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഓഫർ അറിയാൻ വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക. നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി എന്നെ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് അവിടെ റിക്വസ്റ്റ് ചെയ്യാം. പിന്നെ സാമ്പിൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരോട് ഈ പറയുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന രീതിയിൽ 1-2 ദിവസമൊക്കെ ആപ്പ് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തരും. അതൊക്കെ നോക്കി കണ്ട് പഠിക്കാൻ സന്നദ്ധനാവുക. ഈ വരുന്നൊരു ഓപ്പർച്യൂണിറ്റി ഇനി ഒരു LPST UPST എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഈ പറയുന്നൊരു ഓപ്പർച്യൂണിറ്റിയെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചാലും മതി. വ്യക്തമായ ഒരു സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഓൾറെഡി നിങ്ങൾക്കൊരു സ്ട്രാറ്റജി തരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. LPST UPST സംബന്ധിച്ചുള്ള സമഗ്രമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏത് ജില്ലയിലേക്ക് അപേക്ഷിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വീഡിയോകളും നിങ്ങൾക്ക് ബാക്കിൽ പോയി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്